പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെറിയ എന്നാൽ വലിയ ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇസ്ലാം മതവിശ്വാസികൾ നൽകുന്ന സക്കാത്തിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം. എനിക്ക് അത്രയേ അറിയുള്ളൂ, കൂടുതലായിട്ടൊന്നും എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. എങ്കിലും ആ സംഭവത്തെക്കുറിച്ച് ഒരു ഹിന്ദു ആചാര്യൻ പറയുന്നത് കേട്ടപ്പോൾ ആണ് കൂടുതലായിട്ടും എന്താണ് സക്കാത്ത് എന്നും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും അത് ചെയ്യുന്നത് എപ്രകാരമാണെന്നും മുസ്ലിം സഹോദരന്മാർ അത് എത്ര നല്ല രീതിയിലാണ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ആ ഹിന്ദു ആചാര്യൻ്റെ ആ സംസാരത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണത്തിൽ നിന്നുമാണ് കൂടുതലായിട്ടും സക്കാത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയത്. സക്കാത്ത് കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഇതെന്താണെന്ന് അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എന്തായാലും ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനുശേഷം അതിനെക്കുറിച്ച് എനിക്കറിയുന്ന കാര്യങ്ങൾ കുറച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പങ്കുവെക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറയുന്നത് ഇവിടെ സക്കാത്ത് കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമായി പറഞ്ഞു. ഇസ്ലാമിക് എക്കണോമിക്സിൻ്റെ ചില മൈക്രോ മാനേജ്മെൻറ്റ് കണ്ട് ഞാനൊക്കെ പലപ്പോഴും അന്തം വിട്ടുപോയിട്ടുണ്ട്. പല രീതിയിലും അതൊന്നും ഇനിയും പഠിക്കപ്പെട്ടിട്ടില്ല. പല യൂണിവേഴ്സിറ്റികളും ഞാനതിന് പ്രബന്ധങ്ങളുണ്ടോയെന്ന് അന്വേഷിച്ചിട്ടുണ്ട്. അൽ-അസർ യൂണിവേഴ്സിറ്റി വരെ ഞാൻ പോയിട്ടുണ്ട്. ഇസ്ലാമിക് എക്കണോമിക്കുമായി ഇനിയും പല നല്ല കാര്യങ്ങൾ ഇനിയും പഠന വിഷയമാക്കിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ നാലുപാടുമുള്ള തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറുമുള്ള 4 ദിക്ക് എടുക്കുകയാണെങ്കിൽ 40 വീടുകളിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് പറയുന്നൊരു ഹദീസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഉണ്ടെന്നാണ് പല പണ്ഡിതന്മാരും ഞാൻ ഓർമ്മപ്പെടുത്തിയത്. നമ്മളെയൊക്കെ ചില വിമർശകരായിട്ടുള്ളവർ പറഞ്ഞു അങ്ങനത്തെ ഒരു ഹദീസേ ഇല്ല, ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ പറഞ്ഞൊരു 4 വീട് നമ്മളൊന്ന് നോക്കിയിരുന്നെങ്കിൽ 40 വേണ്ട. 4 വീടുകൾ നമുക്ക് തെക്കും വടക്കും ചുറ്റും 4 വീട് നമ്മുടെ ഒരു മുസ്ലിമിന് ചുറ്റും 4 വീടുകളുടെ സുസ്ഥിതി അവൻ ഏറ്റെടുത്താൽ ഈ കേരളത്തിൽ റേഷൻ സംവിധാനം വിതരണം വേണ്ട. കേന്ദ്രത്തിൻ്റെയും വേണ്ട, കേരളത്തിൻ്റെയും വേണ്ട. അവനാരും പട്ടിണി കിടന്ന് മരിക്കൂല. അവരാരുടെയും മക്കൾ പഠിക്കാതിരിക്കൂല. എഡ്യൂക്കേഷന് വേണ്ടി നമുക്ക് കൊടുക്കാനായി സാധിക്കും. ഓരോ ഇസ്ലാമിൻ്റെയും അത് എത്രത്തോളം മൈക്രോ ലെവൽ മാനേജ്മെൻറ്റാണ് ഇക്കണോമിക്സിൻ്റെ. പക്ഷെ ഇങ്ങനെയൊന്നുള്ളൊരു പ്രൊജക്റ്റ് ഇന്ന് വരെ ഒരു യൂണിവേഴ്സിറ്റികളിലും ഒരു സ്ഥലത്തും പഠിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എന്നെപ്പോലുള്ള പുറമേ നിൽക്കുന്നവരിൽ നിന്നുള്ള വിഷമം. സക്കാത്ത് കൊടുക്കാൻ എളുപ്പമാണ്, പക്ഷെ ഈ ലെവലിലേക്ക് മാനേജ് ചെയ്യാനോ? മഹ്റൂമിനെ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ നമസ്കാരം കഴിഞ്ഞ് ഒരാളെ കാണുമ്പോൾ അവൻ്റെ ഉള്ളിൽ അല്ലാഹ് വജൂദായി അവൻ്റെ കണ്ണിലൂടെയും അവൻ്റെ നമസ്കാരം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ സക്കാത്ത് എന്ന് പറയുന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇസ്ലാം മത വിശ്വാസികൾ അവരുടെ നിയമപ്രകാരം നൽകേണ്ടുന്ന ദാനമാണ് സക്കാത്ത് എന്ന് പറയുന്നതെന്നാണ് എനിക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതായത് കുറച്ച് ദരിദ്രരായ ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് കൊടുക്കുന്ന ഒരു കൊടുക്കുന്ന ഒരു ദാനം എന്ന് തന്നെ പറയാം. പക്ഷേ അത് വാങ്ങുന്നവൻ്റെ ഔദാര്യം ഒന്നുമല്ല, അല്ലേ? അവരുടെ അവകാശമായിട്ടാണ് ഇസ്ലാം മതത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ അവർ പാവപ്പെട്ടവരാണ്, അതുകൊണ്ട് അവർക്ക് ഞാൻ കുറച്ച് പൈസ കൊടുക്കുന്നു. അത് ഒരിക്കലും മുസ്ലിം സഹോദരന്മാർ ഒരു ഔദാര്യമായിട്ടൊന്നുമല്ല അവരത് കൊടുക്കുന്നത്. അവരുടെ സമ്പത്തിൽ നിന്നും ഒരു പങ്കെടുത്ത് സന്തോഷത്തോടു കൂടി ഉടുക്കാനും ഉണ്ണാനും അത്രയും വിഷമത്തിൽ കഴിയുന്ന ആൾക്കാർക്ക് ഇവരുടെ ഒരു പങ്ക് ദാനം ചെയ്യാനുള്ള ആ നല്ല മനസ്സ് നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത്. വേറെ ഒരു മതത്തിലും ഞാൻ ഇങ്ങനെയൊന്നും കണ്ടിട്ടേയില്ല. ഈ സക്കാത്ത് എന്ന് പറയുന്ന സംഭവം ഇത് വേറെ ഒരു മതത്തിലും ഇത്രയും നല്ല രീതിയിൽ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടേയില്ല. അത് നമ്മൾ സമർത്ഥിച്ചേ പറ്റുള്ളൂ, അല്ലേ? പിന്നെ ഹിന്ദുമത വിശ്വാസത്തിലായാലും ദാനധർമാദികളൊക്കെ ചെയ്യുന്നവരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ ഇതേ രീതിയിലൊരു മത ചടങ്ങൊന്നും നമുക്ക് കണ്ടെത്താനൊന്നും സാധിക്കില്ല. ദാനം ചെയ്യുന്നവരൊക്കെ ഉണ്ട്, കൊടുക്കാത്തവരും ഉണ്ട് കേട്ടോ. പക്ഷേ മുസ്ലിം വിശ്വാസികൾക്ക് അത് നിർബന്ധമാണെന്നാണ് എനിക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതുപോലെ നമ്മുടെ ഇന്ത്യയിലായാലും കേരളത്തിലായാലുമുള്ള ജനങ്ങളൊക്കെ ഇതുപോലെ ദാനം ചെയ്യാൻ ഉള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. സമ്പത്ത് ഒരുപാടുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അവരുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു 4 ദരിദ്രരെ സഹായിച്ചാൽ തന്നെ നമ്മുടെ സ്വാമിജി പറഞ്ഞ പോലെ കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും ഒന്നും റേഷനൊന്നും കാത്തേക്കേണ്ട അവസ്ഥ ആർക്കും വരില്ല, അല്ലേ?
കാരണം ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പണക്കാരൊന്നുമല്ല, പാവപ്പെട്ടവർ ഒരുപാട് ഇന്നും ഉണ്ട്. നമ്മൾ ഇത്രയും പുരോഗമനത്തിൽ എത്തിയെങ്കിലും പാവപ്പെട്ടവർ ഒരു നേരത്തെ ഭക്ഷണം വെക്കാൻ കഴിയാത്തവർ പോലും ഉണ്ട്. നമ്മളൊക്കെ എന്താണ് ഭക്ഷണമൊക്കെ കൊണ്ടുപോയി കളയുമ്പോൾ നമ്മൾ ആലോചിക്കുക, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കിട്ടാത്ത ഒരുപാട് പേരെ നമ്മുടെ ചുറ്റും നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള സഹോദരന്മാരെ, തൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ സഹ ഉദരം എന്നാണ്, അതായത് ഒരേ ഉദരത്തിൽ നിന്നും വന്നവർ എന്നാണ് സഹോദരൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ തൻ്റെ സഹോദരൻ വിഷമിച്ച് കഴിയുമ്പോൾ തൻ്റെ സമ്പാദ്യത്തിൽ നിന്നും ഒരു പങ്ക് അവനായിട്ട് നീക്കി വെക്കുക എന്ന് പറയുന്നത് വലിയ മനസ്സ് തന്നെയാണ്. അത് എല്ലാവർക്കും ഒന്നും കിട്ടില്ല. എന്തായാലും ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ഈ ഒരു കാര്യം നല്ലത് തന്നെയാണ്. അത് എടുത്തു പറയേണ്ട ഒന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ചെയ്യുന്ന ഈ സക്കാത്ത് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോഴാണ് എനിക്ക് കൂടുതലായിട്ടും മനസ്സിലാക്കാൻ പറ്റിയത്. നിങ്ങൾ ചെയ്യുന്ന എത്രയോ വലിയ കാര്യമാണ്. നിങ്ങൾ എന്താണ് നിസ്കാരവും കഴിഞ്ഞ് പെരുന്നാൾ സമയത്താണെന്ന് തോന്നുന്നു അല്ലേ ഇത് കൂടുതലായിട്ടും കൊടുക്കുന്നത്. നിസ്കാരവും കഴിഞ്ഞ് നിങ്ങൾ എന്താണ് മറ്റുള്ളവൻ്റെ മുഖത്ത് സങ്കടം ഒരിക്കലും നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇല്ലാത്തവർക്കും അവരും സന്തോഷിക്കണം അല്ലേ, പെരുന്നാൾ ദിനത്തിലായാലും അവരും സന്തോഷിക്കണം. അപ്പോൾ അവരെയും സഹായിക്കാനുള്ള ആ ഒരു മനസ്സ് കാണിക്കുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത് നമുക്ക് വേറെ എവിടെയും കണ്ടെത്താൻ വേണ്ടി സാധിക്കില്ല. ഇന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വത്തുണ്ടായിട്ടോ ഒന്നും കാര്യമില്ല. മനസ്സിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് ആൾക്കാർ ഓരോന്നും ദാനമൊക്കെ ചെയ്യുന്നത്. ഒരുപാട് കെട്ടിവെച്ചിട്ടും ഒരു 5 പൈസ പോലും ഇറക്കാൻ തയ്യാറാവാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും ഇന്ന് സ്വന്തം കാര്യം നോക്കുന്ന ആ ഒരു ഇതിൽ ഈ സക്കാത്ത് എന്ന് പറയുന്ന സംഭവം ഒരു വലിയ സംഭവം തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ഒരു വലിയ സംഭവമായിട്ട് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പക്ഷേ എല്ലാ ആൾക്കാരും ഇവർ സക്കാത്തൊക്കെ കൊടുത്തിട്ട് ഇവരത് വിളിച്ചു പറഞ്ഞ് നടക്കുന്നുമില്ല. അത് അവർ രഹസ്യമാക്കിയിട്ട് വെക്കുവാണ്. അവർ കൊടുത്ത സക്കാത്ത് ഞാൻ ഇവർക്ക് കൊടുത്തു അവർക്ക് കൊടുത്തു എന്ന് പൊങ്ങച്ചം പറഞ്ഞ് നടക്കുന്നതായിട്ടൊന്നും കണ്ടിട്ടേ ഇല്ല. അതൊക്കെ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിലാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവർക്കും നല്ലൊരു പെരുന്നാൾ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ. അപ്പോൾ മറക്കരുത് സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്.